ദില്ലി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസെടുത്ത പോലീസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് ആരോപണം. ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തെന്ന കേസുമാണ് എടുത്തിരിക്കുന്നത്. പ്രതികാര നടപടിയെന്ന് AAP പ്രതികരിച്ചു. പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന BJP നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നില്ലെന്നും AAP വിമർശിച്ചു. നോബൽ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബൽ മാരിക്കാരൻ, ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തെന്നുള്ള കേസാണ് ദില്ലി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോഴാണ് ദില്ലി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വരണാധികാരി നൽകിയ പരാതിയിലാണ് ഈ കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ജനുവരി 7-ാം തീയതി PWD വകുപ്പിന്റെ വാഹനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള മെറ്റീരിയലുകൾ, സാധനങ്ങൾ ആം ആദ്മി ആസ്ഥാനത്തേക്ക് എത്തിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളത്. ആ പരാതിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. നേരത്തെയും ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പലതരത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പാർട്ടി ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആം ആദ്മി നേതാക്കൾ, പ്രത്യേകിച്ച് ആം ആദ്മിയുടെ MLA അടക്കം വ്യാജ ആധാർ കാർഡ് ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് അത്തരത്തിൽ MLA ഉൾപ്പെടെ ചോദ്യം ചെയ്യാനും പോലീസ് വിളിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് അതിഷിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആം ആദ്മി വലിയ പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേസെടുക്കുകയാണ് എന്ന വിമർശനം ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ BJP നേതാക്കൾ നിരന്തരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നുണ്ട്. പക്ഷേ അവർക്കെതിരൊന്നും കേസെടുക്കാതെ ആം ആദ്മി നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കേസെടുക്കുന്ന നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ പ്രേരണ ഇതിന് പിന്നിൽ ഉണ്ട് എന്നും ആം ആദ്മി ആരോപണം ഉന്നയിക്കുന്നു. ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങോട്ട് കൊഴുത്തു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളും ഒപ്പം കേസെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ആം ആദ്മിക്കെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കേജ്രിവാളും മോദിയും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നതായിരുന്നു രാഹുലിൻ്റെ വിമർശനം ഉണ്ടായത്. ഇന്നിപ്പോൾ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആം ആദ്മി പാർട്ടി നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ സഞ്ജയ് സിംഗ് അല്പം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നുണ പ്രചരിപ്പിക്കുകയാണ് എന്നും ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നു ആരോപണമായി. നിലവിൽ ഈ അദാനി മോദി ബായ് ബായ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുമാണ് എന്നാണ് സഞ്ജയ് സിംഗ് അടക്കം വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഒരു വശത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ വിവാദങ്ങൾ, പ്രത്യാരോപണങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് ഇത്തരത്തിൽ ആം ആദ്മി നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്. രമേശ് ബിദൂരി അടക്കമുള്ള ആളുകൾക്കെതിരെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആം ആദ്മി പരാതി നൽകിയെങ്കിലും അതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ കേസടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാട് ആം ആദ്മി നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. സുജയ. നോബൽ മാരിക്കാരനാണ് ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ എടുത്തിരിക്കുന്ന കേസിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.